പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം നമ്മൾക്ക് വാക്യപ്രതിവാക്യമായി വായിക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചല്ലോ. 114 സങ്കീർത്തനം. ഇസ്രായേൽ കനാൻ നാട്ടിൽ നിന്ന് പുറപ്പെട്ട് വന്നത് മുതലുള്ള അവരുടെ ചരിത്രമാണ് ചുരുങ്ങിയ ചില വാക്കുകളിൽ 8 വാക്യങ്ങൾക്കുള്ളിൽ നമ്മൾക്ക് സങ്കീർത്തനക്കാരൻ വരച്ച് കാണിച്ചു തന്നു. ഇസ്രായേലിന്റെ ചരിത്രം ചുരുങ്ങിയ ചില വാക്കുകളിൽ ഒതുക്കുവാൻ സാധ്യമല്ലെങ്കിലും കാവ്യഭാവനയിൽ സങ്കീർത്തനക്കാരൻ എബ്രായ കവിതകളിൽ കൂടെ നമ്മൾക്ക് വരച്ചു കാണിച്ചു തരും. എന്നാൽ അതിനേക്കാൾ ഉപരി അവർ നേരിട്ട പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ, പർവ്വത സമാനമായ പ്രശ്നങ്ങളെയൊക്കെ എങ്ങനെ തരണം ചെയ്തു എന്ന് നമ്മൾക്ക് കാണിച്ചു തരുന്നു. ഇതിന്റെ രചയിതാവ് ആരാണ് എന്ന് നമ്മൾക്ക് അറിയില്ല എങ്കിലും ക്രിസ്തുവിന്റെ കാഴ്ചയെ, ക്രിസ്തു സഭയെ സ്നേഹിച്ചത് എങ്ങനെയാണെന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾക്ക് ഈ സങ്കീർത്തനം കാണിച്ചു തരുന്നു. അതായത് സഭ ക്രിസ്തുയേശുവിൽ ഈ ലോക മരുഭൂമിയിൽ കൂടെ വാഗ്ദത്ത കനാനിലേക്ക് അല്ലെങ്കിൽ പുതിയ യെരൂശലേമിലേക്ക് എങ്ങനെയാണ് കടന്നു വന്നത് എന്നുള്ള ചരിത്രം കൂടിയാണ് നമ്മൾക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇസ്രായേൽ മക്കൾ, നമ്മൾക്കറിയാം, ഇസ്രായേൽ മക്കളുടെ കനാൻ നാട്ടിലേക്ക് അവർ എത്തപ്പെടുമ്പോൾ അതിനു മുന്നോടിയായി ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ അനുഭവിച്ച കഷ്ടതകളൊക്കെ നമ്മൾക്ക് ഒരു വരിയിൽ കൂടെ നമ്മൾക്കിത് കാണുവാനായി സാധിക്കുന്നുണ്ട്. അതിന് നേരിട്ട പ്രതിസന്ധികൾ. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഈ പ്രപഞ്ചത്തിന്റെ മേൽ ദൈവത്തിന് അധികാരമുണ്ടെന്നും തന്റെ മക്കൾക്കു വേണ്ടി ഈ പ്രപഞ്ചത്തിലെ എന്തിനേയും മാറ്റിമറിക്കും എന്നുള്ള ഒരു കാഴ്ചയുടെ അനുഗ്രഹത്തിന്റെ അനുഭവം കൂടെ നമ്മൾക്ക് ഇവിടെ കാണുവാനായി സാധിക്കുന്നു. അതുകൊണ്ടാണ് 1-ാം വാക്യത്തിൽ ഇസ്രായേൽ മിസ്രൈമിൽ നിന്നും യാക്കോബിന്റെ ഗ്രഹം അന്യഭാഷയുള്ള ജാതികളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു. ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ ആവർത്തിച്ച് ചില കാര്യങ്ങൾ കാണുന്നുണ്ട്. ഒരു കാര്യം തന്നെ മറ്റൊരു കാര്യത്തിൽ കൂടെ പറയുന്നത് കൊണ്ട് ഇതൊരു സമാന്തര സങ്കീർത്തനം കൂടിയാണ് എന്ന് നമ്മൾക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ഇവിടെ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്നും യാക്കോബിന്റെ ഗ്രഹം. നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ അപ്പോൾ മോശ ജനത്തോട് പറഞ്ഞത്, നിങ്ങളുടെ അടിമ വീടായ മിസ്രൈമിൽ നിന്നും പുറപ്പെട്ടു വന്ന ഈ ദിവസത്തെ ഓർത്തുകൊള്ളു. യഹോവ ബലമുള്ള കൈകൊണ്ട് നിങ്ങളെ അവിടെ നിന്ന് പുറപ്പെടുവിച്ചു. മോശ ജനത്തോട് പറഞ്ഞത്, അടിമ വീടായ ആ മിസ്രൈമിൽ നിന്നും പുറപ്പെട്ടു പോകുന്ന ആ ദിവസം നിങ്ങൾ ഓർക്കണം. ആ ദിവസം മുതലുള്ള കാര്യങ്ങൾ ഓർക്കുക. അവിടെ നിങ്ങൾക്ക് യഹോവയുടെ ബലമുള്ള കൈകൊണ്ട് ആണ് നിങ്ങൾക്ക് അവിടെ നിന്ന് പുറപ്പെടുവാൻ തക്കവണ്ണം സാധിച്ചത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നമ്മൾക്ക് കാണുന്നുണ്ട്. അത് ദൈവത്തിന്റെ അത്ഭുതകരമായ കരമുണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാകൂ. നമ്മൾക്കാണെങ്കിലും ചില അടിമത്തത്തിൽ നിന്ന് വിട്ടുപോരുവാൻ തക്കവണ്ണം, ചില അടിമത്തത്തിൽ നിന്ന് ചിലത് അടിമത്തമാണോ എന്ന് പോലും നമുക്കറിയാതെ നാം ജീവിക്കുന്ന സമയങ്ങളുണ്ട്. അങ്ങനെയുള്ള കാലഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട് ചിലത് അടിമത്തമാണ്. ആ അടിമത്തത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുവാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുമ്പോൾ മാത്രമേ ചില അടിമത്തങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിക്കുവാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ടല്ലേ ചില ദൈവദാസന്മാർ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വിടുതൽ ഉണ്ടാകുന്നതിന്റെ കാരണം ഇത് അടിമത്തമായിരുന്നു എന്ന് നമ്മൾക്ക് അറിയില്ലായും, അടിമത്തമാണ് എന്ന് അറിയുമ്പോൾ തന്നെ അതിൽ നിന്നൊരു വിടുതൽ എങ്ങനെ പ്രാപിക്കും, ഏത് വഴി അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോരാം എന്ന് നമ്മൾക്കറിയുകയില്ല. നമ്മൾ അടിമത്തത്തിലേക്ക് പോകുമ്പോൾ ചിലരെ ദൈവം ഒരുക്കും. അങ്ങനെയാണ് പല ദൈവദാസന്മാർ നമ്മളോട് വന്ന് ദൈവവചനം സംസാരിക്കുന്നതും നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും. അങ്ങനെ തന്നെയാണ് മോശയെയും ഇസ്രായേൽ മക്കളുടെ വിടുതലിനു വേണ്ടി ദൈവം മിസ്രൈമിലേക്ക് അയച്ചത്. അടുത്ത ഭാഗത്ത് കാണുന്നു, അന്യഭാഷയുള്ള ജാതികളുടെ ഇടയിൽ നിന്ന് അവർ പുറപ്പെട്ടപ്പോൾ. അതായത് ഇസ്രായേൽ മക്കൾ അല്ലെങ്കിൽ യാക്കോബിന്റെ ഗ്രഹം അന്യഭാഷയുള്ള ജാതികളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ. ഇവിടെ അന്യഭാഷ എന്ന് പറയുന്നത് അന്യമായ ഭാഷയാണ്, മനസ്സിലാകാത്ത ഭാഷയാണ്. സങ്കീർത്തന പുസ്തകം 81-ാം അധ്യായം 5-ാം വാക്യത്തിൽ കാണുന്നു, വിചിത്രമായ ഭാഷയുള്ള ആളുകളെ കുറിച്ച്, അവർ ക്രൂരന്മാരായ ആളുകളെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അതായത് പുരാതനമായ വംശങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ഭാഷ സംസാരിക്കുന്ന ആളുകൾക്ക് മറ്റ് ആളുകളോട് നിന്ദയും പരിഹാസവുമായിരുന്നു. അവരുടേതായ ഭാഷയിൽ പരിഹസിക്കുമ്പോൾ അവർക്ക് തിരിച്ചു മറുപടി പറയാനാകാതെ അവർ വിഷമിച്ചു നിന്ന ഘട്ടങ്ങളുണ്ട്. അതുകൊണ്ടാണ് ദൈവം മിസ്രൈമിലെ അല്ലെങ്കിൽ ഫറവോന്റെ കാലഘട്ടത്തിൽ സംസാരിച്ചിരുന്ന ഭാഷ ഏതാണ്ട് 1600 വർഷങ്ങൾക്ക് മുമ്പ് മിസ്രൈമിൽ സംസാരിച്ച ഭാഷ ഇന്നില്ല എന്നുള്ളത് നമ്മൾക്ക് ഒരു അത്ഭുതമായി തോന്നാം. കാരണം വിചിത്രമായ ഭാഷയാണ്, മനസ്സിലാകാത്ത
ഭാഷയാണ്. ഈജിപ്തിൽ അത്രയും കാലം താമസിച്ചിട്ടും ഈജിപ്തുകാരുമായി ആശയവിനിമയം നടത്തുന്നതിൽ നല്ലൊരു ശതമാനവും പെട്ടെന്ന് മനസ്സിലാകുവാൻ തക്കവണ്ണം കഴിയാത്ത ഭാഷ. മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. അവരുടെ സംസാര ഭാഷ ചാട്ടയായിരുന്നു. ചാട്ട കൊണ്ട് അവരെ ഉപദ്രവിക്കുമ്പോൾ അവർ ചെയ്യേണ്ട ജോലി എത്രയും പെട്ടെന്ന് ചെയ്തു തീർത്ത് അവരുടെ ഭവനങ്ങളിലേക്ക് കടന്നു വന്ന് വിശ്രമിച്ച് വീണ്ടും പെട്ടെന്ന് തന്നെ ജോലിക്ക് പുറപ്പെടേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ട് മേലധികാരികളെ മാത്രമേ അവർക്ക് കാണുവാൻ കഴിഞ്ഞുള്ളൂ. മറ്റു ചുറ്റുപാടുമുള്ള ആളുകളോട് അവർ നിന്ദിക്കുന്നത് കൊണ്ട് അവരോട് കൂടുതൽ അടുക്കുവാൻ തക്കവണ്ണം കഴിയാതെ പോയ അവസ്ഥ. നമ്മൾ ഒരു സ്ഥലത്ത് ചെന്നുപെട്ടാൽ, ഭാഷയറിയാത്ത ഒരു സ്ഥലത്ത് ചെന്നുപെട്ടാൽ അവരോ നമ്മളെ നിന്ദ്യമായി കാണുന്നു എങ്കിൽ അവരുടെ ഭാഷ മനസ്സിലാക്കുവാനോ അവരോട് ഇടപെടുവാനോ ഒന്നും കഴിയാത്ത സാഹചര്യങ്ങൾ നമ്മൾക്കുണ്ടാകാറുണ്ട്. ഇതുപോലെ തന്നെയാണ് ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ ചെന്നപ്പോൾ വിചിത്രമായ ഭാഷയാണ്. അവർക്കത് സംസാരിക്കുവാൻ തക്കവണ്ണം അവരുടെ ഭാഷ വളരെ ചെറിയ തോതിൽ മാത്രമേ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുള്ളൂ. അത്രയും കാലം താമസിച്ചിട്ടും അവരുമായി ആശയവിനിമയം നടത്താത്തതിൻ്റെ പ്രധാന കാരണം മിസ്രൈമ്യരുടെ ഫറവോന്റെ ഭാഷ ചാട്ടയായിരുന്നു. അവരെ ക്രൂരമായ മർദ്ദനമായിരുന്നു അവരുടെ ഭാഷ. ആ അടി കൊള്ളുമ്പോൾ അവർ എന്തിനു വേണ്ടിയാണ് അടിക്കുന്നത് എന്ന് അറിയാതെ അവർക്ക് നിർബന്ധിച്ച ജോലികളിലേക്ക് ഓടിപ്പോകുക വഴി അവരുടെ ഭാഷ പോലും പഠിക്കുവാൻ തക്കവണ്ണം കഴിയാത്ത അവസ്ഥയുണ്ടായി. അങ്ങനെയുള്ള സ്ഥലത്തു നിന്നാണ് ഇസ്രായേൽ മക്കളെ ദൈവം വിടുവിച്ചത്. ഇത് നിങ്ങൾ ഓർത്തുകൊള്ളണം എന്നാണ് മോശ പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽ മക്കളോട് പറയുന്നത്. അന്ന് നിങ്ങൾ ഇറങ്ങിത്തിരിച്ച ദിവസം നിങ്ങൾ ഓർക്കണം. ഓർക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. രക്ഷയുടെ അനുഭവം മറന്നു പോകരുത് എന്നാണ് നമ്മൾക്ക് ഈ വചനം വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുവാൻ തക്കൊണ്ട് കഴിയുന്നത്. രക്ഷയുടെ അനുഭവം മറന്നു പോകുന്നവരാണ് ഇന്നത്തെ വിശ്വാസികളിൽ ഏറിയ പങ്ക്. നമ്മൾ ഉൾപ്പെടെ പലപ്പോഴും മറന്നു പോകുന്നത് കൊണ്ട് നമ്മൾക്ക് സംശയങ്ങൾ ഉണ്ടാകുന്നു. വീണ്ടും ഒരത്ഭുതം, ഒരാശ്വാസം നമ്മൾക്കുണ്ടാകും എന്ന്, ഒരു പ്രതിസന്ധി വരുമ്പോൾ ഉണ്ടാകും എന്ന് വിശ്വസിക്കുവാൻ നമുക്ക് പ്രയാസമാണ്. കാരണം നമ്മളെ രക്ഷിച്ച ദിവസം നമ്മൾ മറന്നുപോയി. യേശുക്രിസ്തു നമ്മളെ സ്നേഹിച്ചത് മറന്നുപോയി. അനാദികാലം മുമ്പേ യേശുക്രിസ്തുവിൽ, ഈ ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പേ ക്രിസ്തുയേശുവിൽ നമ്മളെ തിരഞ്ഞെടുത്തതാണ്. ആ തിരഞ്ഞെടുത്ത ക്രിസ്തു നമ്മളെ വഴി നടത്തും എന്നുള്ള കാര്യം പലപ്പോഴും നമ്മൾ മറന്നിട്ടാണ് ഈ ലോകത്തിൻ്റെതായ സാധ്യതകളെ നമ്മൾ വിനിയോഗിക്കും. അതുകൊണ്ട് നാം ഓർക്കണം, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന്, അല്ലെങ്കിൽ യാക്കോബിന്റെ ഗ്രഹം അന്യഭാഷയുള്ള ജാതികളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അവരോട് പറയാണ്, നിങ്ങൾ അത് ഓർക്കണം. മാത്രമല്ല, രണ്ടാം വാക്യം, യഹൂദ അവന്റെ വിശുദ്ധ ജനവും ഇസ്രായേൽ അവന്റെ ആധിപത്യവുമായി. മിസ്രൈമിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച ഇസ്രായേല്യർക്ക് ദൈവം യഹൂദ അവന്റെ വിശുദ്ധ ജനവും ഇസ്രായേൽ അവന്റെ ആധിപത്യം, ഇത് ഞാൻ മുമ്പ് പറഞ്ഞത് സമാന്തര സങ്കീർത്തനം എന്ന് പറഞ്ഞ് ഒരേ കാര്യം തന്നെ, അല്ലെങ്കിൽ ഒരേ ആശയം തന്നെ അവരുടെ ഇടയിലേക്ക് കൊണ്ടുവരികയാണ്. അല്ലെങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് പറഞ്ഞു തരാൻ, യഹൂദ അവന്റെ വിശുദ്ധ മന്ദിരം. വിശുദ്ധ മന്ദിരം എന്ന് പറഞ്ഞാൽ നമ്മൾ ആലയത്തിൽ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആലയത്തിലേക്ക് പോകുന്നത് നമ്മുടെ ആത്മീക വർധനവിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് യഹൂദ അവന്റെ വിശുദ്ധ മന്ദിരം എന്ന് പറഞ്ഞാൽ യഹൂദ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളെ, നിങ്ങൾക്ക്, അല്ലെങ്കിൽ ദൈവം വിശുദ്ധ മന്ദിരമായി നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. ഒരു വിശുദ്ധ മന്ദിരം നിങ്ങളുടെ ഇടയിൽ എങ്ങനെ ഉണ്ടാകുന്നുവോ അതുപോലെ തന്നെ നമ്മുടെ കർത്താവ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇസ്രായേൽ അവന്റെ ആധിപത്യം എന്ന് പറയുമ്പോൾ ഭരണത്തെയാണ് കാണിക്കുന്നത്. ദൈവം മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ ഇറക്കി തിരിച്ചപ്പോൾ അവർക്ക് ആത്മീകമായി അവരുടെ കൂടെ ഉണ്ടായിരുന്നു, ഭരണപരമായി അല്ലെങ്കിൽ ആധിപത്യമായി അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവർക്ക് ഈ ലോകത്തിലെ ഭരണതലത്തിൽ കൂടെ അവർക്ക് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ആത്മീകമായും അവരോട് കൂടെ ഉണ്ടായിരുന്നു. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 8-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. നിങ്ങളുടെ നടുവിൽ വസിപ്പാൻ, ഇസ്രായേൽ മക്കളെ, നിങ്ങളുടെ നടുവിൽ വസിപ്പാൻ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. നമ്മുടെ കർത്താവ് തന്റെ ജനത്തോടൊപ്പം വസിക്കുവാൻ എനിക്ക്
തനിക്കു വേണ്ടി ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം എന്നാണ്. പഴയ നിയമ കാലഘട്ടത്തിൽ ആലയത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ജനത്തോടൊപ്പം വിശുദ്ധ മന്ദിരത്തിൽ അധിവസിക്കുവാൻ, താമസിക്കുവാൻ യഹോവയായ ദൈവത്തിന് താല്പര്യമുണ്ടായിരുന്നു. മനുഷ്യനും ദൈവവുമായുള്ളൊരു കൂട്ടായ്മ അത് എന്നേക്കും ഉണ്ടാകുവാനും അതിൽ കൂടെ മനുഷ്യന് താണുപോയ, വീഴ്ച ഭവിച്ച, പാപത്തിൽ അകപ്പെട്ടു പോയ മനുഷ്യന് ഒരു വഴിയൊരുക്കുക. ദൈവം ഈ ഇസ്രായേൽ മക്കളുടെ കൂടെ താമസിച്ച്, അല്ലെങ്കിൽ ഒരു വിശുദ്ധ മന്ദിരത്തിൽ അവൻ അധിവസിച്ച് മനുഷ്യനുമായുള്ള കൂട്ടായ്മ ബന്ധത്തിൽ അങ്ങനെ കടന്നുപോയി അവസാനം അവർക്കൊരു രക്ഷ ഒരുക്കുക എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. യേശുക്രിസ്തുവിൽ കൂടെ ഒരു രക്ഷ. അതാണ് ദൈവ വചനം വെളിപ്പെടുത്തുന്ന ചരിത്രം. ഈ ചരിത്രമാണ് ദൈവവചനം നാം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. മനുഷ്യനോട് കൂടെ അധിവസിച്ച് അവന് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് ഒരുക്കി കൊടുക്കുന്നതിന്റെ ചരിത്രമാണ് നമ്മൾക്ക് ഈ വാക്യത്തിൽ കൂടെ വെളിപ്പെട്ടു വരുന്നത്. വെളിപ്പാട് പുസ്തകം 23-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, ഞാൻ വായിക്കാം. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെയിരിക്കും. പഴയ നിയമത്തിൽ വിശുദ്ധ മന്ദിരത്തിൽ അധിവസിച്ച ദൈവം പുതിയ നിയമ ചരിത്രത്തിലേക്ക് വരുമ്പോൾ ദൈവം നമ്മുടെ ഉള്ളിൽ വസിച്ചിട്ട് വീണ്ടും കർത്താവ് പറയാണ്, ഭാവിയിൽ നമ്മൾക്കുണ്ടാകുന്നതിന്റെ ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. അവൻ അവരോടുകൂടെ വസിക്കും. നമ്മുടെ കർത്താവ് നിത്യതയിൽ നമ്മോടുകൂടെ വസിക്കും. അവർ അവന്റെ ജനമായിരിക്കും. വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരുടെ കൂടെ നമ്മുടെ കർത്താവുണ്ട്. അവൻ ദൈവം താൻ അവരോടുകൂടെ ദൈവമായി ഇരിക്കും. എന്നേക്കും മനുഷ്യനോട് ചേർന്ന് വസിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് പലപ്പോഴും ദൈവം നമ്മുടെ കൂടെ ഇല്ലാതെ ഇരിക്കുന്നതാണ് മനുഷ്യന്റെ താല്പര്യം. അത് നമ്മളിലെല്ലാം ആദാമിന്റെ പാപം വസിക്കുന്നത് കൊണ്ട്, ആദാമ്യ പാപത്തിന്റെ പങ്കാളികളായതുകൊണ്ട് വിശുദ്ധനായ ദൈവത്തോടു കൂടെ വസിക്കുവാൻ പലപ്പോഴും നമ്മൾക്ക് തടസ്സമുണ്ടാകാറുണ്ട്. നാം ചെയ്യുന്ന പല കാര്യങ്ങളും ദൈവത്തോടു കൂടെ വസിക്കുവാൻ തക്കവണ്ണം പര്യാപ്തമായതല്ല, അതിന് തടസ്സം നിൽക്കുന്നതാണ് മനുഷ്യന്റെ പാപം. അതുകൊണ്ട് ദൈവം നമ്മളോട് കൂടെ വസിക്കുവാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു എന്നുള്ള ചിന്ത നമ്മൾക്കുണ്ടാകുന്നു എങ്കിൽ പാപത്തിൽ നിന്ന് നമ്മൾക്കൊരു മാറ്റമുണ്ടാകും. പാപത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം, കഴിയുവാൻ തക്കവണ്ണം നമ്മൾ പരിശ്രമിക്കണം. അതിൻ്റെ ഒന്നാമത്തെ കാര്യം, ദൈവം നമ്മളോട് കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിന് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെയൊക്കെ പാപങ്ങളാണ്. അതിനെ നാം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ദൈവവചനപ്രകാരം ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ദൈവവചനത്തിനനുസൃതമായി ജീവിക്കുന്നുവെങ്കിൽ ആ തടസ്സങ്ങളെ നമ്മൾക്ക് മാറ്റുവാനായിട്ട് സാധിക്കും. യെശയ്യാവിന്റെ പുസ്തകം 59-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കി. നോക്കുക, ഇസ്രായേൽ മക്കളോട് പറയാണ്, നിങ്ങളുടെ അകൃത്യങ്ങളാണ് നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ കാരണം ദൈവം നിങ്ങളുടെ അപേക്ഷകൾ കേൾക്കുന്നില്ല. നമ്മുടെ പാപങ്ങൾ കാരണം ദൈവം മുഖം മറച്ചു. നമ്മൾ അപേക്ഷിക്കുന്ന ആൾ മുഖം മറച്ചാലോ മുഖം കുനിഞ്ഞിരുന്നാലോ നമ്മൾക്ക് എത്ര അരോചകമായ അവസ്ഥയാണ്. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ മുഖം പെട്ടെന്ന് മാറ്റിക്കളഞ്ഞാൽ നമ്മൾക്കുണ്ടാകുന്ന ജാള്യത തന്നെയാണ് ഇവിടെയും. പാപം ചെയ്യുന്ന ഒരു മനുഷ്യൻ ദൈവത്തിലേക്ക് നോക്കുമ്പോൾ ദൈവം മുഖം മറയ്ക്കുന്നു. അതൊരു ജാള്യതയാണ്. അതിന് ചിലപ്പോൾ മറുപടി കിട്ടുകയില്ല. അതിന് നാം ശ്രമിക്കേണ്ടത് നമ്മുടെ പാപങ്ങൾ, ആദാമ്യ പാപം നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പുണ്ടായിട്ടില്ല. അതുകൊണ്ട് ആദാമ്യ പാപത്തിന്റെ പുറകോട്ട് വലിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. പുറകോട്ട് വലിക്കുന്ന പാപത്തിന്റെ ശക്തിയേക്കാൾ വലിയ ശക്തി നാം ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ദൈവത്തോട് അടുക്കുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. അത് നമ്മുടെ സ്വന്തം വിൽപ്പവർ കൊണ്ടോ നമ്മളുടെ ശ്രമങ്ങൾ കൊണ്ടോ അതൊന്നും ഒരിക്കലും സാധ്യമാകുകയില്ല. ദൈവത്തിൻ്റെ വചനവും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങൾക്കനുസൃതമായി പോയെങ്കിൽ മാത്രമേ
ഇതിനെ മറികടക്കുവാൻ തക്കവണ്ണം കഴിയും. ഇസ്രായേൽ മക്കൾ ചെയ്ത പാപങ്ങളുടെ അല്ലെങ്കിൽ ആദാമിന്റെ പാപങ്ങൾ മുതൽ ദൈവമക്കൾ പാപത്തിലേക്ക് വീണു. ഇസ്രായേൽ മക്കൾ പാപത്തിലേക്ക് വീണു. ദൈവം എന്നിട്ടും തന്റെ സ്നേഹം അവരിൽ നിന്നും മാറ്റിയില്ല, നമ്മളിൽ നിന്നും മാറ്റിയില്ല. ആ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടിയാണ് ക്രിസ്തു എന്ന വാതിൽ നമ്മൾക്ക് വേണ്ടി തുറന്നു തന്നത്. പാപികളും കഠിന ഹൃദയമായുള്ളവരും ആയവരുടെ ഇടയിൽ പാർക്കത്തക്ക വിധം ദൈവം സ്നേഹനിധിയാണ്. ദൈവത്തിനറിയാം നമ്മൾ പാപികളാണ്, കഠിന ഹൃദയരാണ്. ആ നമ്മളുടെ ഇടയിൽ പാർക്കത്തക്ക വിധം അല്ലെങ്കിൽ നമ്മളോട് കൂടെ ഇരിക്കത്തക്ക വിധം ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണ്. പലപ്പോഴും നാം അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. നമ്മൾക്കെതിരായി എന്തെങ്കിലും പറയുന്നവരോട് നമ്മൾക്ക് സ്നേഹമില്ലാതെ പോകുന്നത് പോലെ അല്ല ദൈവം സ്നേഹവാനാണ്, ദൈവം കാരുണ്യവാനാണ്, ആ ദയയുള്ളവനാണ്. നമ്മളോട് എപ്പോഴും സ്നേഹത്തോടെ വസിക്കുവാൻ തക്കവണ്ണം ആഗ്രഹമുള്ള നമ്മുടെ കർത്താവിനെ നാം ആയിട്ട് വെറുപ്പിക്കരുത്. നമ്മളെയും കർത്താവിൻ്റെ ഇടയിൽ കയറി നിൽക്കുവാൻ തക്കവണ്ണം പിശാച് പാപം എന്ന ഒരു കാര്യം നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവരുവാനുള്ള സാധ്യതകളാണ് 100%. അതിനെ അതിജീവിച്ചു പോകുവാൻ തക്കവണ്ണം നമ്മൾക്ക് കഴിയണം. 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, സമുദ്രം കണ്ട് ഓടി, യോർദാൻ പിൻവാങ്ങി. സമുദ്രം ഓടുന്നത് നമ്മൾ കണ്ടിട്ടില്ല, പക്ഷേ കാവ്യഭാവനയിൽ പറയാണ് സമുദ്രം ഓടിപ്പോയി. ഇസ്രായേൽ മക്കൾ വരുന്നത് കണ്ട് സമുദ്രം എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, നമ്മളിൽ പലരും പോയി കണ്ടിട്ടുള്ള സ്ഥലമാണ് ചെങ്കടൽ. ആ ചെങ്കടലിനരികെ ഇസ്രായേൽ മക്കൾ ആയിരുന്നപ്പോൾ സമുദ്രം ഇരുവശങ്ങളിലേക്കും ഓടി. ചെങ്കടലിന്റെ അരികെ നിന്നപ്പോഴും ഇസ്രായേൽ മക്കൾ നിരാശരായി. കാരണം ദൈവത്തെ അവർ വിശ്വസിച്ചില്ല. വഴികളൊന്നുമില്ല. കടലിന്റെയും ഫറവോന്റെ സൈന്യത്തിന്റെയും ഇടയിലായിരുന്നിട്ടും ദൈവം അവരെ രക്ഷിക്കും എന്നറിഞ്ഞിട്ടും അവർ നിരാശരായിരുന്നു എന്ന് നമ്മൾക്ക് കാണുവാനായി സാധിക്കും. മുമ്പിൽ ചെങ്കടൽ, ശത്രുപുറകെ, ചുറ്റും മരുഭൂമി, ഇതൊക്കെ അവർ ചെയ്തു മറന്നു. സമുദ്രം കയറി, ആ സമുദ്രം കണ്ട് ഓടി. സമുദ്രം ഓടിപ്പോയി, അതായത് 2 വശത്തേക്കും മാറിപ്പോയി. ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്ന് ഇപ്പുറത്തു വന്നു. രാത്രിയും പകലും മേഘസ്തംഭം, അഗ്നി തൂണും അവർക്കുണ്ടായി. ഇതൊക്കെ മറന്നു. ഇന്ന് വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന നമ്മളും പലപ്പോഴും ദൈവം ചെയ്ത അത്ഭുതങ്ങൾ മറന്നുപോകുന്നു. എത്ര വലിയവരാണെങ്കിലും എത്ര ശ്രേഷ്ഠനാണെങ്കിലും മറവി നമ്മളെ ദൈവസ്നേഹത്തിൽ നിന്ന് മായിച്ചു കളയാം. എന്നാൽ ആ മറയാതെ നമ്മുടെ ഹൃദയത്തിലിരിക്കണമെങ്കിൽ നാം എപ്പോഴും അതിനെ ഓർമ്മയുടെ ആ പുസ്തകം എപ്പോഴും തുറന്നെങ്കിൽ മാത്രമേ നമ്മൾക്കത് കാണുവാനായിട്ട് കഴിയൂ. മരുഭൂയാത്രയിൽ പ്രതിസന്ധികളെ കണ്ട് ഭയപ്പെടേണ്ടവനല്ലായിരുന്നു ഒരു വിശ്വാസി. ഇസ്രായേൽ മക്കൾ മറന്നു. നമ്മളോട് കൂടെയുള്ളവൻ ആരെന്ന് ഒരു തിരിച്ചറിവ് അവർക്കുണ്ടായിരുന്നില്ല. മോശെ അതെപ്പോഴും അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവർ അത് മറന്നു. സങ്കീർത്തന പുസ്തകം 77-ാം അധ്യായം 16-ാം വാക്യത്തിൽ ആസാഫ് ഇങ്ങനെ പറയുന്നു, ദൈവമേ, വെള്ളങ്ങൾ നിന്നെ കണ്ടു ഭ്രമിച്ചു, ആഴികളും വിറച്ചുപോയി. ചെങ്കടലിന്റെ ആഴി വിറച്ചുപോയി. വിറച്ചിട്ട് നിൽക്കുവാൻ തക്കവണ്ണം കഴിയാതെ ഇരുവശങ്ങളിലേക്കും ആഴി മാറിപ്പോയി എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതം എത്ര അതിശയകരം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 21-22 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അത് നമ്മൾക്ക് അറിയാമല്ലോ. മോശ കടലിന്മേൽ കൈനീട്ടി, യഹോവ അന്ന് രാത്രി മുഴുവൻ മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ടു കടലിനെ പിൻവാങ്ങിച്ചു, ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. മോശയെ കൊണ്ട് ദൈവം അത് ചെയ്യിപ്പിച്ചു. മോശ വടി നീട്ടിയപ്പോൾ ചെങ്കടൽ രണ്ടായി. ഇത്ര വലിയ അത്ഭുതമാണ്. അന്നോളം ഇസ്രായേൽ മക്കൾ കേൾക്കാത്ത, കാണാത്ത ഒരത്ഭുതമാണ് ചെയ്തത്. ഇന്ന് നമ്മൾക്ക് കണ്ടിട്ടില്ലെങ്കിലും കേൾക്കുവാൻ തക്കവണ്ണം, മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇന്ന് നമുക്ക് അറിവുണ്ട്. എന്നാൽ ഇതുവരെ കേൾക്കാത്ത ഒരു അത്ഭുതമാണ് ഇസ്രായേൽ മക്കൾക്ക് ദൈവം തുറന്നുകൊടുത്തു. ദൈവത്തിന്റെ സ്നേഹം, ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇന്നും ഇതുവരെയും കേൾക്കാത്ത, ഇതുവരെയും കാണാത്ത ചില അത്ഭുതങ്ങളും ചില അത്ഭുതത്തിന്റെ വഴികൾ നമ്മൾക്ക് വേണ്ടി തുറന്നു തരും. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിന്റെ കാറ്റിനെ നീ ഊതിപ്പിച്ചു, കടൽ അവരെ മൂടി, അവർ ഈയം പോലെ പെരുവെള്ളത്തിൽ താണു. നോക്കുക, ഫറവോനെയും സൈന്യത്തെയും ദൈവം ആ കടലിൽ തന്നെയാണ് വലിയ കാറ്റിനെ ഊതിപ്പിച്ചു, കടൽ അവരെ മൂടി, അവർ ഈയം പോലെ പെരുവെള്ളത്തിൽ താണുപോയി. ഒരുത്തനും
രക്ഷപ്പെടുവാൻ നീന്തിക്കയറാമെന്ന് വിചാരിച്ച ഒരുത്തനും രക്ഷപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സമുദ്രങ്ങൾ ഓടിപ്പോയി എന്ന് പറയുന്നു. പിന്നെ കാണുന്നു യോർദാൻ പിൻവാങ്ങി. നമുക്കറിയാം യോർദാന്റെ ചരിത്രം. പലസ്തീനിലെ ഏറ്റവും വലിയ നദിയാണ് യോർദാൻ. അത് മുറിച്ചു കടക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഗതാഗത സൗകര്യങ്ങൾ കുറവുള്ളതാണ്. കലങ്ങി മറിഞ്ഞ് ഒഴുകുന്ന, കരകവിഞ്ഞൊഴുകുന്ന യോർദാനാണ് മഴക്കാലങ്ങളിൽ. കലങ്ങി മറിഞ്ഞൊഴുകുന്ന ഒരു നദിയിൽ, കരകവിഞ്ഞൊഴുകുന്ന ഒരു നദിയിൽ, നമുക്കറിയാം വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുമ്പോൾ കരകവിഞ്ഞൊഴുകുന്ന, കലങ്ങി മറിഞ്ഞൊഴുകുന്ന നദികളുണ്ട്. അതിനെ കുറുകെ കടക്കുക എന്ന് പറയുന്നത് പലപ്പോഴും നീന്തൽ അറിയാവുന്നവരെ പോലും മറ്റുള്ളവർ വിലക്കാറും. മാത്രമല്ല അതിന്റെ താഴ്വരകൾ ചതുപ്പാണ്. ആ നദിയുടെ താഴ്വാരങ്ങൾ അത്യുഷ്ണം കൊണ്ട് നിറഞ്ഞതാണ്, വന്യമൃഗങ്ങൾ ഉള്ളതാണ്. അങ്ങനെയുള്ള യോർദാൻ പിൻവാങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. മാത്രമല്ല യോർദാൻ നദിയെ മരണത്തിന്റെ പ്രതീകമായി പലപ്പോഴും നമ്മൾക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. മരണമാണ്. എടുത്തു ചാടിയാൽ ആഴിയിൽ വലിയ അടിയൊഴുക്കുകളുണ്ട്. ആ അടിയൊഴുക്കുകളിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം ഒരാൾക്ക് നീന്തൽ അറിയാവുന്ന ഒരാൾക്ക് പോലും കഴിയാത്ത അവസ്ഥ. ആ യോർദാനാണ് ദൈവമക്കളുടെ മുമ്പിൽ, ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ പിൻവാങ്ങിപ്പോയത്. മാത്രമല്ല യോർദാൻ ഒഴുകിച്ചെല്ലുന്നത് ചാവുകടലിലേക്കാണ്. ജീവൻ നഷ്ടപ്പെട്ട, ജീവൻ ഒരു സാധ്യതയും ഇല്ലാത്ത ആ ചാവുകടലിലേക്കാണ് യോർദാൻ ഒഴുകിപ്പോകുന്നത്. ചുരുക്കം പറഞ്ഞാൽ എല്ലാം കൊണ്ടും മരണത്തിന്റെ അവസ്ഥ. മരണത്തിന് തുല്യമായ യോർദാൻ, മരണത്തിലേക്ക് ഒഴുകിച്ചെല്ലുന്ന യോർദാൻ. ആ യോർദാൻ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ രണ്ടായി മാറി ചിറ പോലെ നിന്ന് അവിടെ നിൽക്കുവാൻ തക്കവണ്ണം ഇടയായി. ദൈവത്തിന്റെ അത്ഭുതം എത്ര വലിയതാണ് എന്ന് നമ്മൾക്ക് ചിന്തിക്കുമ്പോൾ മാത്രമേ അതിന്റെ ആഴങ്ങളിലേക്ക് കൂടുതലായി ഇറങ്ങുവാനായിട്ട് നമ്മൾക്ക് സാധിക്കും. ജീവൻ നഷ്ടപ്പെടുന്ന, മരണത്തിന്റെ അവസ്ഥയിലായിരിക്കുന്ന ആ യോർദാനിൽ ജീവൻ നൽകുന്നവനാണ് നമ്മുടെ കർത്താവ്. ഇസ്രായേൽ മക്കളെല്ലാം ആ യോർദാനിൽ നഷ്ടപ്പെട്ടു പോകുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ അവിടെ പുരോഹിതന്മാരുടെ കാൽ വെക്കുമ്പോൾ ഒരു ചിറ പോലെ യോർദാൻ നദി, മരണത്തിന്റെ പ്രതീകമായ യോർദാനിൽ കൂടെ അപ്പുറത്ത് കടത്തുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മൾക്ക് നേരെ മരണത്തിന്റെ പ്രതിസന്ധികൾ, വലിയ രോഗത്തിന്റെ പ്രതിസന്ധികൾ, ഏറ്റവും വലുത് എന്ന് നാം ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് നാം കരുതുന്ന, നാം വിശ്വസിക്കുന്ന, നമുക്ക് കേട്ടറിഞ്ഞിട്ടുള്ള ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം ഒന്ന് ഓർക്കണം, കലങ്ങി മറിയുന്ന യോർദാനെ, മരണത്തിന്റെ പ്രതീകമായ യോർദാനെ, മരണത്തിലേക്ക് നയിക്കുന്ന അവസ്ഥകൾക്ക് ജീവൻ നൽകുന്നവനാണ് നമ്മുടെ കർത്താവ്. നാളെ ഒരു പ്രതിസന്ധി വന്നാൽ, ഒരു രോഗം വന്നാൽ, ഞാൻ മരണപ്പെട്ടു പോകും, ഈ രോഗം വന്നവർക്കൊക്കെ മരണമുണ്ടായിട്ടുണ്ട്, ഈ പ്രതിസന്ധി വന്നവരൊന്നും ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നിട്ടില്ല, ഈ പ്രതിസന്ധികൾ വന്നവരൊക്കെ ജീവിതത്തിൽ നശിച്ചുപോയി എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് ഈ വചനം നാം ഒന്ന് ഓർത്തു നോക്കുമ്പോൾ ജീവൻ നഷ്ടപ്പെട്ടതിൽ ജീവൻ നൽകുന്നവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ടാണ് കുഷ്ഠരോഗം ബാധിച്ച നയമാനോട് പറഞ്ഞത്, നീ 7 പ്രാവശ്യം അവിടെ മുങ്ങുവാൻ പറഞ്ഞു. അവന് സൗഖ്യം കൊടുത്തു. നോക്കുക, കുഷ്ഠം വന്ന് മരണപ്പെട്ടു പോകുവാൻ തക്കവണ്ണം സാധ്യതയുള്ള നയമാന്റെ ജീവൻ തിരികെ നൽകുന്ന ഒരു ദൈവമുണ്ട്. മാത്രമല്ല യോഹന്നാൻ സ്നാപകൻ സ്നാനം നൽകിയത് യോർദാന്റെ കരയിലാണ്. മരണത്തിലേക്ക് പോകുന്ന അനേകരെ ക്രിസ്തുവിങ്കിലേക്ക് നയിക്കപ്പെടുന്നത് ഈ യോർദാനാണ്. നശിച്ചു പോകുമെന്ന് നാം കരുതുന്ന പ്രതിസന്ധികളിൽ നിന്ന് ജീവൻ നൽകുന്നവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, മരണകരമായ രോഗങ്ങൾ വരുമ്പോൾ ഒന്നും നാം ഭയപ്പെടേണ്ട. കാരണം നാം യോർദാനെ ഓർക്കുക. മരണത്തിലേക്ക് പോയ യോർദാനിൽ ജീവൻ വെപ്പിക്കുന്ന കർത്താവ്. നമുക്കറിയാം യോർദാൻ 3 പ്രാവശ്യം വിഭജിക്കപ്പെട്ടു. ഏലിയാവും ഏലീശയും പുതപ്പ് കൊണ്ടടിച്ചാണ് നദിയെ 2ആയി വിഭാഗിച്ചത്. പുരോഹിതന്മാർ, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാന്റെ കരയിൽ ആ വെള്ളത്തിൽ കാൽ ചവിട്ടിയപ്പോൾ യോർദാൻ 2ആയി മാറി. ഇസ്രായേലിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ട ഇസ്രായേൽ മക്കൾക്ക് വാഗ്ദത്ത നാടായ കനാനിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് മരണത്തിന്റെ പ്രതീകമായ യോർദാൻ കടക്കേണ്ടി വരും. ചില അതിജീവനങ്ങൾ ഉണ്ടാകാം. ചില പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ മരണത്തെ നാം അതിജീവിക്കേണ്ട, മരണകരമായ പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ട സാഹചര്യം നമ്മൾക്കുണ്ടാകാം. യോർദാൻ നമ്മൾ കടക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് വിശ്വാസിക്ക് വാഗ്ദത്ത നാടായ പുതിയ യെരൂശലേമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് മരണം എന്ന ഒരു വഴി, ഒരു മാർഗം എന്ന് നാം മനസ്സിലാക്കണം. നമുക്കറിയാം യോശുവയുടെ പുസ്തകം
3-ാം അധ്യായം 13-ാം വാക്യത്തിൽ സർവഭൂമിയുടെയും നാഥനായ യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളംകാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ഉടൻ യോർദാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞ് മേലിൽ നിന്ന് ഒഴുകുന്ന വെള്ളം ചിറ പോലെ നിൽക്കും എന്ന് നമ്മൾക്ക് കാണുന്നു. യോർദാൻ പിൻവാങ്ങി. ഭക്തൻ കാൽ ചവിട്ടുമ്പോൾ ചില മരണനദികൾ മാറി. മരണമാണ് മുൻപിൽ, പക്ഷേ ഭക്തന്റെ കാൽ ചവിട്ടുന്ന ചില മരണനദികളെ മാറ്റുന്നൊരു കർത്താവ്. എത്ര സന്തോഷകരമായ അനുഭവമാണ്. കലങ്ങിമറിയുന്ന കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ ചില ഭക്തന്മാരുടെ കാൽ ചവിട്ടുമ്പോൾ മരണനദികൾ മാറി. പുറകെ വന്ന ജനത്തിന് അവിടെ എന്തു സംഭവിക്കുന്നു എന്ന് പലപ്പോഴും അറിയാറില്ല. അവർ മുമ്പോട്ട് പോവുകയാണ്. അവർക്ക് അവിടെ യോർദാൻ ഉണ്ടോ? 20 ലക്ഷത്തിൽ പരം വരുന്ന ആളുകളാണ്. അവർ നടന്നു നീങ്ങുമ്പോൾ തന്നെ എത്ര സമയമെടുക്കും. അവർ ആ യോർദാന്റെ അടുക്കലേക്ക് നടന്നു വരുമ്പോഴാണ് അവർ തിരിച്ചറിയുന്നത്, ഇതാ യോർദാൻ രണ്ടായി നിൽക്കുന്നു. അവിടെ പുരോഹിതന്മാർ പെട്ടകം വഹിച്ച് നിൽക്കുന്നു. അപ്പോഴാണ് അവരുടെ മുമ്പ് പോയവർ കടന്നു പറയുന്നത്, ഇവിടെ പുരോഹിതന്മാർ കാൽ ചവിട്ടിയപ്പോഴാണ് യോർദാൻ ഇങ്ങനെ രണ്ടായി നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ആ അറിവുകൾ പുറകിലേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത നാടായ ഇസ്രായേലിലേക്ക് ആ യോർദാൻ കടന്നു പോകുവാൻ തക്കവണ്ണമിടയായി. കർത്താവ് തൻ്റെ മക്കളെ കടലല്ല, യോർദാനല്ല, ഏത് ആഴവും വഴിയൊരുക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. എത്ര ആഴമായിക്കോട്ടെ, ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ, പ്രവാഹങ്ങളെ തകർക്കുവാൻ വരുന്ന പ്രവാഹങ്ങളെ തട പോലെ നിർത്തി നമ്മളെ സംരക്ഷിക്കുന്നവനാണ് കർത്താവ്. എത്രയെത്ര അത്ഭുതങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു. പലപ്പോഴും നാം അറിയാത്ത അത്ഭുതങ്ങൾ. നമ്മളെ തകർത്ത് കളയുന്ന, നമ്മളെ മൂടുന്ന പ്രവാഹത്തെ നിയന്ത്രിച്ചു നിർത്തുന്നവനാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവിനെ ഈ ചെറിയ സങ്കീർത്തനത്തിൽ കൂടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമ്മൾക്ക് സാധിക്കും എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. പിന്നെ കാണുന്നു, പർവ്വതങ്ങൾ മുട്ടാടുകളെ പോലെയും കുന്നുകൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളി എന്ന് 4-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കും. പർവ്വതങ്ങളും കുന്നുകളും തുള്ളി എന്ന് പറയുമ്പോൾ സന്തോഷകരമായ ഒരു തുള്ളലായി നമ്മൾക്ക് അത് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നില്ല. എന്നാൽ ഈ വാക്യം വായിക്കുമ്പോൾ അങ്ങനെ നമുക്ക് ഒരു ചിന്ത കടന്നുകൂടുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. സങ്കീർത്തന പുസ്തകം 18-ാം അധ്യായം 7-ാം വാക്യത്തിൽ വായിക്കുന്നു, ഭൂമി ഞെട്ടിവിറച്ചു, മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളകി, അവൻ കോപിക്കയാൽ അവ കുലുങ്ങി എന്ന് പറഞ്ഞാൽ ദൈവ ജനത്തിന്റെ വരവിങ്കൽ പർവ്വതങ്ങളും കുന്നുകളും സന്തോഷിച്ചുകൊണ്ട് തുള്ളിച്ചാടട്ടെ. എന്നാൽ അതിനേക്കാളുപരി അവ വിറച്ചു. ആ വിറയലാണ് ഒരു തുള്ളിച്ചാടലായി നമ്മൾക്ക് കാണുന്നത്. മാത്രമല്ല, മൃഗങ്ങളെ പോലെ അവ ഓടി മാറി, അത് മാറിപ്പോയി. അവർക്ക് മുമ്പിൽ അത് വഴിമാറി നിന്നു എന്ന് പറഞ്ഞാൽ ആത്മീകമായി അവർക്ക് മുമ്പിൽ ഉണ്ടായിരുന്ന അനേക പ്രതിസന്ധികളെ, ഈ മരുഭൂമിയിലെ അനേക പ്രതിസന്ധികളെ ദൈവം അവർക്ക് അനുഗ്രഹമാക്കി മാറ്റി എന്ന് കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യഹോവ തീയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങുകയാൽ അത് മുഴുവൻ പുക കൊണ്ട് മൂടി, അതിൻ്റെ പുക തീച്ചുളയിലെ പുക പോലെ പൊങ്ങി, പർവ്വതങ്ങളൊക്കെയും ഏറ്റവും കുലുങ്ങി. ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളിടത്ത് പ്രതിസന്ധികളായി നിൽക്കുന്നതിനെ ചിലതിനെ കുലുക്കുവാൻ തക്കവണ്ണം ഇടയാകും. അത് മുട്ടാടുകളെ പോലെ തുള്ളി നിന്നു, കുന്നുകൾ കുഞ്ഞാടുകളെ പോലെ തുള്ളി എന്ന് പറഞ്ഞാൽ പ്രതിസന്ധികളെ ദൈവം അവിടേക്ക് ഇറങ്ങി വന്നപ്പോൾ അത് ഭയപ്പെട്ടു. നമ്മൾ അത് കൂടുതലായി മനസ്സിലാക്കുമ്പോൾ ഈ ഭൂമി വിറച്ചുപോയി എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുന്നുണ്ട്. യഹോവയുടെ ശബ്ദം കേൾക്കുമ്പോഴേ, യഹോവയുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോഴേ ഈ ഭൂമി തന്നെ വിറയ്ക്കുന്നുണ്ട്. നമുക്ക് സങ്കീർത്തനം കാണുന്നു, യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു, യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു എന്നുള്ള വാക്യം നമ്മൾ കാണും. 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, സമുദ്രമേ നീ ഓടുന്നത്, യോർദാനെ നീ പിൻവാങ്ങുന്നത്, പർവ്വതങ്ങളെ നിങ്ങൾ മുട്ടാടുകളെ പോലെയും കുന്നുകളെ നിങ്ങൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളുന്നത് എന്ന്. ഭൂമി വിറയ്ക്കുന്ന ഒരു സംഭവമാണ്. അടുത്ത വാക്യത്തിൽ നമുക്കത് കാണുവാനായി സാധിക്കുന്നുണ്ട്. ഭൂമിയെ നീ കർത്താവിൻ്റെ സന്നിധിയിൽ, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിറയ്ക്കുന്ന ഭൂമി. ദൈവ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ വിറയ്ക്കുന്ന ഭൂമി. ലേഖനം 12:26 പറയുന്നു, അവന്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി, ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും എന്ന് അവൻ വാഗ്ദത്തം. ഒരിക്കൽ ഭൂമിയെ ഇളക്കിയത് വീണ്ടും ആകാശത്തെ ഇളക്കും എന്നുള്ള ഒരു സംഗതി കൂടെ നമ്മൾക്ക് ഈ വാക്യം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നു.
അവൻ ഭൂമിയെ നോക്കുന്നു, അത് വിറയ്ക്കുന്നു. അവൻ മലകളെ തൊടുന്നു, അവ പുകയുന്നു എന്ന് സങ്കീർത്തനം 104-ലും 97-ലും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഭൂമി, പർവ്വതങ്ങൾ, കുന്നുകളെല്ലാം കർത്താവിന്റെ സന്നിധിയിൽ, കർത്താവിന്റെ സാന്നിധ്യത്തിൽ അവ വിറച്ചു പോകും. പിശാചും വിറയ്ക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ദൈവ സാന്നിധ്യത്തെ, ദൈവത്തിന്റെ നാമം കേൾക്കുമ്പോൾ പിശാച് വരെ വിറയ്ക്കുന്നു. എന്നാൽ തന്നോട് കൂടെ വാഴുവാൻ ആഗ്രഹിച്ച മനുഷ്യരായ നമ്മൾ മാത്രം ദൈവത്തെ ഭയപ്പെടുന്നില്ല എന്നുള്ള ഒരു കാര്യം ഈ സമയത്ത് നാം മനസ്സിലാക്കണം. ഭൂമി വിറയ്ക്കുന്നു, നാം വിറയ്ക്കുന്നില്ല. ഇവിടെ കാണുന്നു, യാക്കോബിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വിറയ്ക്കുക. മരുഭൂമിയെ, കുന്നേ, പർവ്വതമേ, നീ യാക്കോബിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വിറയ്ക്കുക എന്ന്. യാക്കോബിന്റെയും അവന്റെ പിന്തലമുറക്കാരുടെയും അല്ലെങ്കിൽ ഇസ്രയേലിന്റെ ചരിത്രമാണ് യാക്കോബിന്റെ ദൈവം എന്ന ഒറ്റ വാക്കുകൊണ്ട് പറയുന്നു. മിസ്രൈമ്യന്റെ ചരിത്രമാണ് യാക്കോബിന്റെ ദൈവം. എന്തുകൊണ്ട് ദൈവം തന്റെ വിശുദ്ധ നാമം യാക്കോബിനോട് ചേർത്ത് വിളിക്കുവാൻ തെരഞ്ഞെടുത്തു? നമുക്കറിയാം, യാക്കോബ് വായിയാണ്. സ്വന്തം ജ്യേഷ്ഠനെ ഉപായത്തിൽ കൂടെ അവന്റെ അനുഗ്രഹങ്ങൾ കൈവശമാക്കിയവനാണ് യാക്കോബ്. വിശുദ്ധന്മാരുടെ പട്ടികയിൽ നമ്മൾ നോക്കിയാൽ യാക്കോബ് അത്ര വിശുദ്ധനായ ആളല്ല. പല വിധത്തിൽ പരാജയപ്പെട്ട വ്യക്തിയാണ് യാക്കോബ്. എന്നാൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന്റെ പദ്ധതിയിൽ ഉള്ളവൻ, അവൻ എങ്ങനെയുള്ളവനാണെങ്കിലും ദൈവം അവന്റെ മേൽ ചില പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ, ദൈവത്തിന്റെ പദ്ധതികൾ, ദൈവം ഒരു വ്യക്തിയെയോ ഒരു ജാതിയെ മുഴുവനായോ തന്റെ സന്തോഷവും താല്പര്യവും അനുസരിച്ച് തിരഞ്ഞെടുക്കുന്നവനാണ്. ഇസ്രായേൽ മക്കൾ ഇന്നും അവർ യേശുക്രിസ്തുവിനെ അംഗീകരിച്ചിട്ടില്ല. എന്നിട്ടും അവരുടെ മേലുള്ള വാഗ്ദത്തം നമുക്കറിയാം. നാം പഴയ നിയമ ചരിത്രം പഠിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് മാറി അന്യ ആരാധനകളിലേക്ക്, ജാതീയമായ ആരാധനകളിലേക്ക് കടന്നു പോയവരാണ് ഇസ്രായേൽ മക്കൾ. എന്നാൽ അവരുടെ രാജാക്കന്മാരും അങ്ങനെ തന്നെയാണ്. അവർ ഇസ്രായേലിന്റെ യഹോവയായ ദൈവത്തെ മറന്നിട്ട് അവർ പോയ സ്ഥലങ്ങളിലും താമസിച്ച സ്ഥലങ്ങളിലും ഒക്കെയുമുള്ള ജാതീയ ദേവന്മാരെയും ജാതീയ ദൈവങ്ങളെയും ആരാധിച്ച് എന്തിനു പറയുന്നു, സ്വന്തം മക്കളെ പോലും ബലി കഴിച്ചവർ രാജാക്കന്മാരുള്ള ഒരു സമൂഹമായിരുന്നു ഇസ്രായേൽ. എന്നാൽ ആ ഇസ്രായേലിന്റെ മേൽ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടായിരുന്നു. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 6-8 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമാണ്, ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ചു നിന്നെ തനിക്ക് സ്വന്തമാക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പുകൾ നമ്മുടെ ഒരു സ്വഭാവവും നോക്കിയല്ല, മുൻകാല ചരിത്രങ്ങൾ നോക്കിയല്ല. യാക്കോബിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വിറയ്ക്കുക, ഒറ്റ വാക്കാണ്. യാക്കോബിന്റെ ദൈവം എന്ന് പറയുമ്പോൾ നോക്കുക, മറ്റ് ആരെയും ചേർത്ത് പറയാതെ ഉപായിയായ യാക്കോബിനെ ചേർത്ത് പറഞ്ഞു. മലാഖിയുടെ പുസ്തകം 1-ാം അധ്യായം നാം വായിക്കുമ്പോൾ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു, എന്നാൽ നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നു. ഏശാവ് യാക്കോബിന്റെ സഹോദരനല്ലയോ? 2-3 വാക്യങ്ങളാണ്. എങ്കിലും ഞാൻ യാക്കോബിനെ സ്നേഹിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. നോക്കുക, ഞാൻ എന്തിനാൽ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ, ഏശാവ് യാക്കോബിന്റെ സഹോദരനല്ലയോ? എങ്കിലും ഞാൻ യാക്കോബിനെ സ്നേഹിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ ഏശാവിനെ ഞാൻ ദ്വേഷിച്ച് അവന്റെ പർവ്വതങ്ങളെ ശൂന്യമാക്കി അവന്റെ അവകാശത്തെ മരുഭൂമിയിലെ കുറുനരികൾക്ക് കൊടുത്തിരിക്കുന്നു. ഏശാവ് ചെന്ന് പാർത്തിരുന്ന ഏദോം ദേശം മരുഭൂമിയിലെ കുറുനരികൾക്ക് കൊടുത്തിട്ട് ഏശാവിനെ കബളിപ്പിച്ച, ഏശാവിനെ ചതിച്ച യാക്കോബിനെ ദൈവം സ്നേഹിച്ചു. നോക്കുക, ഇതിൽ കൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ യാതൊരു ഗുണമേന്മ കൊണ്ടല്ല, നമ്മൾ ഏത് വംശത്തിലോ ഏത് രാജ്യത്തിലോ നമ്മൾ വളർന്നു വന്നതിൻ്റെ ചരിത്രമാണ് നമ്മൾ പറയുന്നതെങ്കിൽ നാം മനസ്സിലാക്കണം, യാക്കോബിന്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ ഒരു സ്വഭാവ സവിശേഷതകളും ഇല്ലാതിരുന്ന യാക്കോബിനെ തെരഞ്ഞെടുത്തിട്ട്, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളെ ദൈവം തെരഞ്ഞെടുത്തിട്ട് ആ ദൈവത്തിന്റെ സ്നേഹം അവരിൽ കൂടെ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനുള്ള പദ്ധതിയിലാണ് ദൈവം അവരെ തെരഞ്ഞെടുത്തത്. നമ്മളെയും തെരഞ്ഞെടുത്തത് ക്രൂരന്മാരായിരുന്ന, പാപികളായിരുന്ന, പലവിധ സ്വഭാവങ്ങളിൽ മറ്റുള്ളവർക്ക് അംഗീകരിക്കുവാൻ തക്കവണ്ണം കഴിയാതിരുന്ന
നമ്മളെ ദൈവം അങ്ങ് തിരഞ്ഞെടുക്കുക. നമ്മുടെ ചുറ്റുവട്ടത്ത് നാം അത്ര മെച്ചമൊന്നുമല്ല, നാം അത്ര പ്രാഗൽഭ്യമുള്ളവരല്ല, നാം അവരെക്കാൾ ഒട്ടും മെച്ചമല്ല. എന്നിട്ടും എന്ത് ചെയ്തു? ദൈവം നമ്മളെ തെരഞ്ഞെടുത്ത് സ്വന്തം രക്ഷിതാവായി അവനെ സ്വീകരിച്ച് പുതിയ യെരൂശലേമിലേക്ക് കടന്നു പോകുവാനുള്ള എല്ലാ സാധ്യതകളും നമ്മൾക്ക് തുറന്നു തന്നു. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിക്കുന്നു, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ അവനിൽ തെരഞ്ഞെടുത്തു. അവന്റെ സന്നിധിയിൽ വിശുദ്ധരാകേണ്ടതിനു വേണ്ടി, നിഷ്കളങ്കരാകേണ്ടതിനു വേണ്ടി, നിഷ്കളങ്കരും വിശുദ്ധരുമായവരെ നാം തെരഞ്ഞെടുത്തു എന്നല്ല വചനം പറയുന്നത്, ആകേണ്ടതിനു വേണ്ടി ലോകസ്ഥാപനത്തിനു മുമ്പേ, ഈ ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പേ അവനിൽ, അതായത് യേശു ക്രിസ്തുവിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് തെരഞ്ഞെടുത്ത് ആ തെരഞ്ഞെടുപ്പുള്ള ഇസ്രായേൽ മക്കളിൽ പലരും എന്ത് ചെയ്തു? മരുഭൂമിയിൽ പെട്ടുപോയി. കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം അവർക്ക് സാധ്യമായില്ല. നമുക്കും ചില തെരഞ്ഞെടുപ്പുകൾ നമ്മൾക്കുണ്ടെങ്കിലും വിശുദ്ധിയോടെ കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നാൽ മാത്രമേ കനാൻ നാട്ടിലേക്ക് കടന്നു പോകുവാൻ തക്കവണ്ണം കഴിയുകയില്ല. ശുദ്ധീകരണ പ്രക്രിയകളിൽ തകർന്നു പോകുവാൻ തക്കവണ്ണം ഇടയാകരുത്. ഇസ്രായേൽ മക്കൾ അങ്ങനെയാണ് തകർന്നു പോകുന്നത്. നമ്മൾ ഇബ്രായ ലേഖനം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു, അവർ മരുഭൂമിയിൽ പലരും പട്ടുപോയി എന്നാണ് കാണുന്നത്. തെരഞ്ഞെടുപ്പുണ്ടായിരുന്ന ജനമായി, പക്ഷേ വലിയൊരു സമൂഹം പട്ടുപോയി. കാരണം എന്താണ്? അവരുടെ പാപം എന്ന് പറഞ്ഞാൽ ദൈവത്തെ അവർ അവിശ്വസിച്ചു. അവിശ്വാസം എന്ന പാപം, ഏറ്റവും വലിയ പാപങ്ങളിലൊന്നായ അവിശ്വാസം അവരുടെ ഉള്ളിലേക്ക് കടന്നു വന്നു. വലിയൊരു ജനസമൂഹത്തെ അറേബ്യൻ മരുഭൂമിയിൽ അവിടെ തള്ളിക്കളഞ്ഞു. നമ്മളും ദൈവത്തിന് തെരഞ്ഞെടുപ്പുള്ളവരാണ്. ആ തെരഞ്ഞെടുക്കപ്പെട്ട നാം ശുദ്ധീകരണ പ്രക്രിയയിൽ, അല്ലെ ദൈവത്തിന്റെ വിശുദ്ധീകരണ പദ്ധതിയിലേക്ക് കടന്നു വരാതെ തകർന്നു പോകരുത് എന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു യാത്രയാണ്. ഈ യാത്രയിൽ തകർന്നു പോകാതെ അക്കരയ്ക്ക് നാം എത്തണം. അവസാന വാക്യത്തിലേക്ക് വരുമ്പോൾ, അവൻ പാറയെ ജല തടാകവും തീക്കല്ലിനെ നീരുറവുമാക്കിയിരിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതമാണ്. ഒരു ജലതടാകം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു പാറയിൽ ഉണ്ടാകുകയും ആ പാറയെ ഒരു ജലതടാകം, ആ തീക്കല്ലിനെ, ചുട്ടുപൊള്ളിക്കിടക്കുന്ന മരുഭൂമിയിലെ ആ കല്ലിൽ നിന്ന് നീരുറവകളെ ഉണ്ടാക്കും. ഒരിക്കലും സാധ്യമല്ലാത്ത വഴികളാണ് ഇസ്രായേൽ മക്കൾക്ക് ഇന്നും ദൈവം തുറന്നുകൊടുക്കും. അന്നും അത് തന്നെയാണ് തുറന്നുകൊടുക്കും. നമുക്കറിയാം, എലീമിലെല്ലാം ആ വെള്ളം ചാടുന്ന ആ നീരുറവ തുറന്നുകൊടുത്ത സ്ഥലം നമ്മളിൽ പലരും പോയി കണ്ടതാണ്. ഇന്നും അവിടെ നിന്ന് ശുദ്ധജലമാണ് വരുന്നത്. തൊട്ടടുത്ത് ചെങ്കടലുണ്ട്. ആ ചെങ്കടലിനടുത്ത് ശുദ്ധമായ ജലം, അന്ന് ഇസ്രായേൽ മക്കൾക്ക് തുറന്നുകൊടുത്ത ജലം ഇന്നും അവിടെ ആ ഒഴുക്കില്ലെങ്കിൽ തന്നെ അത് നമ്മൾ പോയി കണ്ടിട്ടുള്ളതാണ്. ദൈവത്തിന്റെ വലിയ പദ്ധതി. 8-ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ കാണുന്നത് ഇതാണ്, പാറയെ ജലതടാകം. തന്റെ ജനത്തിനു വേണ്ടി സ്നേഹവാനായ ദൈവത്തിന്റെ കരുതലാണ് നമ്മൾക്ക് കാണുവാനായി സാധിക്കും. മരുഭൂമിയിൽ കൊണ്ട് നമ്മളുടെ ചിന്ത ഇസ്രായേൽ മക്കളെ രക്ഷിച്ചുകൊണ്ട് പോകുമ്പോൾ, ഇസ്രായേൽ മക്കളും അങ്ങനെ തന്നെ ആയിരിക്കാം ചിന്തിച്ചത്. നല്ല സ്ഥലത്തൂടെ കൊണ്ടുപോയി പെട്ടെന്ന് അവിടെ എത്തിച്ചേരാം, നല്ല ഫലഭൂഷമായ സ്ഥലത്തൂടെ, അല്ലെങ്കിൽ വലിയ ധാന്യമൊക്കെ ശേഖരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്നാണ് ചിന്തിച്ചത്. എന്നാൽ ദൈവത്തിന്റെ വഴി മരുഭൂമിയായിരുന്നു. ഈ മരുഭൂമിയിൽ കൂടെ നടന്ന ആ വർഷം അത്രയും മരുഭൂമിയിൽ കൂടെ 1 മിനിറ്റ് നടക്കുവാൻ തക്കവണ്ണം നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ മേഘം അവരുടെ മുകളിൽ വന്ന് അവർക്ക് ആശ്വാസമായി. രാത്രിയിൽ പാമ്പുകളുള്ള മരുഭൂമിയിൽ അവർക്ക് അഗ്നി തൂണായി, അഗ്നി സ്തംഭമായി ദൈവം എന്ത് ചെയ്തു? നോക്കുക, ദൈവത്തിന്റെ ആ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 6-ാം വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ ഹോരേബിൽ നിന്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും, നീ പാറയെ അടിക്കണം, ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും എന്ന കൽപ്പന. അപ്പോഴാണ് ദൈവം മോശയോട് പറയും, മോശ പാറയടിച്ച് അവിടെ നിന്ന് വെള്ളം വന്ന്, നമുക്ക് ആ ചരിത്രങ്ങളൊക്കെ അറിയാം. മരുഭൂമിയിൽ അവരുടെ അനുഭവത്തെക്കുറിച്ച് പറയുകയാണ്. ദാഹിച്ചു വലഞ്ഞപ്പോൾ പാറയെ ജലതടാകമാണ്. തീക്കൽപ്പാറ എന്ന് പറഞ്ഞാൽ ഒന്നിനും പ്രതീക്ഷയില്ലാത്ത, തൊട്ടാൽ പൊള്ളുന്ന ആ ചൂടേറ്റ് കിടക്കുന്ന പാറയിൽ നിന്നാണ് നീരുറവ ദൈവം കൊടുത്തത്. അതായത് ഒരു പ്രതീക്ഷയും ഇല്ലാത്തിടത്ത് നിന്നാണ് ദൈവത്തിന്റെ പ്രവർത്തനം. വിശ്വാസികളായ നാമും അത് തന്നെ പ്രതീക്ഷിക്കണം ദൈവത്തിൽ നിന്ന്. ഒട്ടും പ്രതീക്ഷയില്ലാത്തിടത്ത് നിന്നാണ് ദൈവം പ്രവർത്തിക്കുന്നത്. സാധ്യതകൾ ഉള്ളിടത്തേക്കാൾ ദൈവത്തിനിഷ്ടം, ദൈവത്തിന് തൻ്റെ ഭക്തന്മാരെ അവർക്ക് ആ വിശ്വാസത്തിന്റെ അനുഭവം ഒന്ന്
പ്രായോഗിക തലത്തിൽ അവർക്ക് കാണിച്ചു കൊടുക്കുവാൻ കഴിയുന്നത് ഒരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുന്ന സ്ഥലത്ത് നിന്നാണ് ദൈവത്തിന്റെ പ്രവർത്തനം. ഒരു സാധ്യതയുമില്ല. ദൈവം, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം നമ്മുടെ തടസ്സങ്ങളെ മറികടക്കുകയോ നീക്കിക്കളയുകയോ ചെയ്യാത്ത അവസ്ഥകളുണ്ടാകും. പ്രതിസന്ധിയായിട്ട് തന്നെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. പ്രശ്നങ്ങളായിട്ട് തന്നെ നമ്മൾ അതിനെ അതിജീവിക്കും. പക്ഷേ ഈ അതിജീവനം അനുഗ്രഹമാക്കുന്ന ഒരു ദൈവം. ഇപ്പോൾ ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നു, ആ പ്രതിസന്ധിയിൽ നമ്മൾ അങ്ങ് അകപ്പെട്ടു. അത് ദൈവം മാറ്റിക്കളഞ്ഞില്ല. ആ അകപ്പെട്ട അവസ്ഥ അനുഗ്രഹമാക്കുന്നവനാണ് ദൈവം. തീക്കൽപ്പാറയുടെ ചൂടിലേക്ക് അവർക്ക് അടുക്കുവാൻ കഴിയാത്തിടത്ത് നിന്ന്, തീക്കൽപ്പാറയിൽ നിന്ന് വെള്ളം, നീരുറവ ആ 20 ലക്ഷം ജനങ്ങൾക്ക് കൊടുക്കുവാൻ ദൈവത്തിന് കഴിയും. നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ എന്ത് തന്നെ വന്നാലും, എന്ത് തന്നെയായാലും ഒരുപക്ഷെ ഞാൻ ഇത് പറയുമ്പോൾ അതിനേക്കാൾ ഉപരി ഈ തടസ്സങ്ങളെ അതിജീവിക്കുവാൻ വിശ്വാസവും ബലവും ദൈവവചനത്തിൽ കൂടെ ആർജിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. തടസ്സങ്ങൾ വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുക. ജീവിതത്തിന്റെ പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുക. അപ്പോൾ നാം ഓർക്കണം, പാറയെ ജലതടാകവും തീക്കല്ലിനെ നീരുറവയുമാക്കുന്നൊരു ദൈവം നമുക്ക്. പ്രതീക്ഷയില്ലാത്ത ദേശത്തും ഉയർന്ന സ്ഥലത്തും വരണ്ട ദേശത്തും അവൻ നിങ്ങളെ സഹായിക്കും. അതായത് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ, അതെവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഏത് പ്രശ്നമാണെങ്കിലും അതിനെ അതിജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നത് നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോഴാണ്. ആ കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യം നാം മനസ്സിലാക്കണം. മാത്രമല്ല, രക്ഷിക്കപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നവരോട് അവന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകും. നമ്മൾ വെറുതെ ആലയത്തിൽ പോകുന്നവരായല്ല, ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ് അത്ഭുതങ്ങളെ പ്രാപിക്കുന്നവരായി, ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ് പ്രതിസന്ധികളെ തരണം ചെയ്യുന്നവരായി, പ്രതിസന്ധികളെ മനസ്സിലാക്കി ദൈവത്തോട് കൂടെ നിന്ന് ദൈവത്തിന്റെ കരം പിടിച്ച് അക്കരെ കടക്കുന്നവരായി. അതുകൊണ്ടാണ് പറയുന്നത്, കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഒരനർത്ഥവും നമുക്ക് ഭവിക്കയില്ല. കാരണം നമ്മുടെ കൂടെ നമ്മുടെ കർത്താവ്. ആ കർത്താവിനോട് ചേർന്ന് ഈ സങ്കീർത്തനക്കാരൻ കാവ്യ ഭാവനയിൽ പറഞ്ഞതുപോലെ ഇസ്രായേൽ മക്കളുടെ ചരിത്രം നാം മനസ്സിലാക്കി. ഇസ്രായേൽ മക്കൾ പലരും തകർന്നു പോയതുപോലെ ആകാതെ വിശുദ്ധിയോടെ, വേർപാടോടെ, വിശ്വസ്തയോടെ നിൽക്കുവാൻ കഴിയുമെങ്കിൽ അക്കരെ കനാൻ നാട്ടിൽ നമ്മൾക്ക് എത്തുവാനായി സാധിക്കും. പക്ഷെ നാം നടത്തിയ വിധങ്ങളെ ഓർത്ത് ദിനംതോറും ദൈവത്തെ സ്തുതിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം ഇടയാകണം. ഒരു സ്തോത്രമെങ്കിലും കഴിഞ്ഞ നാളുകളിൽ നടത്തിയ വഴികളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാതെ മറന്നുപോകാതെ മുന്നോട്ട് ജീവിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.